ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. അറിവതിനാൽ അവനീ വികാരമുണ്ടെന്നരുളും ഇതോർക്കിൽ അസത്യം. ഉള്ളതുർവി നിരവധിയായി നിലയേറ്റു നിൽപ്പതെല്ലാം അറിവിലെഴും പ്രകൃതി സ്വരൂപമാകും. ഈ ദൃശ്യപ്രപഞ്ചത്തിൽ അനവധി സാധന സാമഗ്രികൾ ഉണ്ട്. അവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടവയാണ്. ഏതൊക്കെയോ പദാർത്ഥങ്ങൾ കൊണ്ട്. സൃഷ്ടമായവയൊക്കെ സവിശേഷ രൂപവും സവിശേഷ നാമവും ഉള്ളവയാണ്. സൃഷ്ടികളെ നാം തിരിച്ചറിയുന്നത് ഈ രൂപത്തിലൂടെയും നാമത്തിലൂടെയുമാണ്. അവ എന്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന ബോധത്തിൽ നാം എത്താറില്ല. സൂക്ഷ്മചിന്തനത്തിൽ മാത്രമേ കാരണത്തെ നാം കണ്ടെത്തൂ. അല്ലാത്ത പക്ഷം കാണുന്നത് മാത്രമേ അറിയൂ. കാണുന്നത് മാത്രം അറിഞ്ഞാൽ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകില്ല. കാരണവും കൂടി അറിയാൻ ശ്രമിക്കണം. കലം, കുടം തുടങ്ങി പല വസ്തുക്കളും കണ്ട് അവ കലമാണ്, കുടമാണ് എന്ന് നാം അറിയുന്നു. എന്നാൽ ഇവയെല്ലാം അവനീ വികാരമാണ്, മണ്ണിന്റെ രൂപാന്തരമാണ് എന്ന് നാം ചിന്തിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇവ മണ്ണ് മാത്രമാണ്. എന്നാൽ നാം രൂപം, നാമം എന്നിവയിൽ കുടുങ്ങിക്കിടക്കുന്നു. സത്യമായിട്ടുള്ളത് ഉർവി, മണ്ണാണ്. ഈ സത്യത്തെ മനസ്സിലാക്കിയാൽ കലം, കുടം എന്നിവയെല്ലാം മിഥ്യയാണ് എന്ന് തിരിയും. ഇതുപോലെ അസംഖ്യം സാധനങ്ങൾ നിരവധി ഈ പ്രകൃതിയിൽ ഉണ്ട്. അവയ്ക്കൊന്നും യഥാർത്ഥ അസ്തിത്വമില്ല. നിലയറ്റവയാണവ. വെറും നാമരൂപങ്ങൾ മാത്രമാണവ. ഈ പ്രകൃതിയുടെ അറിവിൽ നിന്നും ഉയർന്നു വരുന്ന തോന്നലുകൾ മാത്രമാണ്. അതായത് ഇവിടെ രണ്ട് അറിവുകളുണ്ട്: കലം, കുടം എന്നിങ്ങനെയുള്ള അറിവ്. ഇവയെല്ലാം മണ്ണാണ് എന്ന അറിവ്. ആദ്യത്തേത് വ്യാവഹാരിക ജ്ഞാനം. വ്യാവഹാരിക ജീവിതത്തിൽ ഈ നാമരൂപങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നാം അവയുടെ രൂപത്തിനും നാമത്തിനും പ്രാധാന്യം നൽകുന്നു. എന്നാൽ വ്യാവഹാരിക ജീവിതം ഒരു കിനാവാണ്, മായക്കാഴ്ചയാണ് എന്നും നാം തിരിച്ചറിയണം. അപ്പോൾ ആത്യന്തിക ജ്ഞാനം കൂടിയേ തീരൂ. അതാണ് മണ്ണ് എന്ന് തിരിച്ചറിയുന്നത്. വ്യാവഹാരിക ലോകത്ത് ചുറ്റിത്തിരിയുമ്പോൾ തന്നെ നാം ഇതിൻ്റെ നിരർത്ഥകത, നശ്വരത മനസ്സിലാക്കണം. എത്ര പ്രിയങ്കരമെന്ന് നാം ചേർത്ത് വച്ചാലും ഒരു നാൾ തിരിച്ചറിയും അതങ്ങനെ ആയിരുന്നില്ല എന്ന്. അതിനാൽ സത്യത്തെ എത്രയും വേഗത്തിൽ മനസ്സിലാക്കാനാകുമോ അത്രയും കാലുഷ്യങ്ങളിൽ നിന്ന് നാം പുറത്തു കിടക്കും.